ഒമാനിലെ കര-കടൽ വ്യോമ ഗതാഗതം സാധാരണ നിലയിൽ. തിങ്കളാഴ്ച മസ്കത്തിൽ നിന്ന് അധിക സർവീസുകൾ പ്രഖ്യാപിച്ച് ഒമാൻ എയർ. പെരുന്നാളിനായി മാർച്ച് ശമ്പളം നേരത്തെ നൽകണം. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശവുമായി തൊഴിൽ മന്ത്രാലയം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിലും സുൽത്താനേറ്റിലെ കര-കടൽ വ്യോമ ഗതാഗതം സാധാരണ നിലയിലാണെന്ന് ഒമാൻ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ സ്ഥിരീകരിച്ചു. ഗതാഗത സേവനങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി തുടരുന്നുണ്ട്. നിലവിലെ സംഘർഷ സാഹചര്യങ്ങൾ ജനങ്ങളുടെ സഞ്ചാരത്തെയോ വിതരണ ശൃംഖലകളുടെ പ്രവർത്തനങ്ങളെയോ ബാധിച്ചിട്ടില്ല. ലോജിസ്റ്റിക്സ് സേവനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും ഒമാനിലുടനീളം വിതരണ ശൃംഖലകളുടെയും അവശ്യ വസ്തുക്കളുടെയും നീക്കം ഉറപ്പാക്കാൻ സാധിച്ചതായും ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയവുമായി സഹകരിച്ച് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഒമാൻ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ വിശദമാക്കി. അതേസമയം ചരക്കുകപ്പൽ നീക്കവുമായി ബന്ധപ്പെട്ട് കയറ്റുമതി ഇറക്കുമതി പാഴ്സലുകൾ വൈകാൻ സാധ്യതയെന്ന് ഒമാൻ പോസ്റ്റ് ഞായറാഴ്ച മുന്നറിയിപ്പ് നൽകി. രാജ്യത്തേക്ക് എത്തുന്നവയും രാജ്യത്തു നിന്ന് അയക്കുന്നവയുമായ എല്ലാ ചരക്കുകൾക്കും ഈ വൈകൽ ബാധകമായേക്കും. സാഹചര്യ വികാസങ്ങൾ തുടർച്ചയായി നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക സംഘങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച മസ്കത്തിൽ നിന്ന് അധിക സർവീസുകൾ പ്രഖ്യാപിച്ചു ഒമാൻ എയർ. ലണ്ടൻ ഹീത്രൂ എയർപോർട്ട്, മിലാൻ, റോം, ഇസ്തംബുൾ, ആംസ്റ്റർഡാം, കോയ്റോ, ബാങ്കോക്ക്, ജിദ്ദ എന്നിവിടങ്ങളിലേക്ക് അധിക സർവീസുകൾ നടത്തുമെന്ന് കമ്പനി വ്യക്തമാക്കി. മസ്കത്തിൽ നിന്ന് സർവീസുകൾ സാധാരണ രീതിയിൽ തുടരുകയാണെന്നും വിമാനത്താവളം സാധാരണ പ്രവർത്തനത്തിലാണെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം അമാൻ, ദുബായ്, മനാമ, ദമാം, കുവൈറ്റ് സിറ്റി, കോപ്പൻഹേഗൻ, ബഗ്ദാദ്, ഖസബ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ മാർച്ച് 11 വരെ റദ്ദാക്കിയതായും ഒമാൻ എയർ അറിയിച്ചു. ഈദ് അൽ ഫിത്തർ ആഘോഷത്തെ മുൻനിർത്തി മാർച്ച് മാസത്തിലെ തൊഴിലാളികളുടെ ശമ്പളം മാർച്ച് 18-നകം നിർബന്ധമായും വിതരണം ചെയ്യണമെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഒമാൻ തൊഴിൽ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട രാജകീയ ഉത്തരവിലെ 53/2023 പ്രകാരം ഈദ് ഉൽ ഫിത്തർ അടുത്തുവരുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി തൊഴിലാളികൾക്ക് സാമ്പത്തിക സൗകര്യം ഉറപ്പാക്കുന്നതിനായി ശമ്പള വിതരണം വേഗത്തിലാക്കണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പ്രാദേശിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അറബ് രാജ്യങ്ങളുടെ അംബാസഡറുമായി ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദി കൂടിക്കാഴ്ച നടത്തി. ചർച്ചയിൽ ഒമാന്റെ നിലപാട് വിശദീകരിച്ച മന്ത്രി സംഘർഷം അവസാനിപ്പിക്കാൻ അറബ് രാജ്യങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കുകയും ശക്തമായ രാഷ്ട്രീയ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുകയും വേണമെന്ന് ആവശ്യപ്പെട്ടു. മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കാനും അറബ് ലോകത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായും അടിയന്തര നടപടികൾ ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അംബാസഡർ അറ്റ് ലാർജ് ഷെയ്ഖ് അബ്ദുൾ അസീസ് ബിൻ അബ്ദുള്ള അൽ ഹിന്ദി, രാഷ്ട്രീയ കാര്യങ്ങളുടെ അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഖലീഫ ബിൻ അലി അൽ ഹർത്തി, വിദേശകാര്യ മന്ത്രാലയത്തിലെ അറബ് വിഭാഗം മേധാവി ഷെയ്ഖ് ഫൈസൽ ബിൻ ഉമർ അൽ മർഹൂൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.